തിരുവനന്തപുരം മുതൽ മൂകാംബിക വരെ റോഡ് മാർഗം യാത്ര ചെയ്തു തന്നെ കേരളത്തിൻ്റെ പുതിയ ഹൈവേയുടെ വർക്കുകൾ എത്ര പുരോഗമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പ്രേക്ഷകരെ അറിയിക്കണം എന്ന് കരുതി തന്നെയാണ്. മോദിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന എനിക്ക് പോലും അമ്പരപ്പ് തോന്നും വിധമാണ് കേരളത്തിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. എല്ലാ ജില്ലയിലെയും ദൃശ്യങ്ങൾ പകർത്തിയത് വിവരണം ചെയ്യാനാണ് പ്ലാനെങ്കിലും ആദ്യം ചെയ്യണമെന്ന് കരുതുന്നത് തുറവൂർ മുതൽ അരൂർ വരെ നിർമ്മാണം നടക്കുന്ന 14 കിലോമീറ്റർ നീളമുള്ള മേൽപ്പാലമാണ്. നാസിക് ആസ്ഥാനമായുള്ള അശോക് ബിൽഡ്കോൺ എന്ന കമ്പനിക്കാണ് കേന്ദ്ര ഗവൺമെൻറ് 1700 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ നിർമ്മാണ ചുമതല നൽകിയത്. 2022 ഡിസംബർ 15 നിതിൻ ഗഡ്കരി നിർമ്മാണോദ്ഘാടനം നടത്തിയ ഈ പദ്ധതി 2025 പൂർത്തീകരിക്കാൻ ലക്ഷ്യം വെക്കുന്നതെങ്കിലും ഇതിൻ്റെ നിർമ്മാണ വേഗത പഴയ ഭാരതത്തെ വെച്ച് നോക്കിയാൽ അതിശയിപ്പിക്കുന്നതാണ്. നിലവിൽ തെലങ്കാനയിലെ 11.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള PV അൻവാർ മേൽപ്പാലമാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ 6 വരി ഫ്ലൈ ഓവർ. 14 കിലോമീറ്ററുള്ള ഈ അരൂർ തുറവൂർ മേൽപ്പാലം പൂർത്തിയാകുമ്പോൾ ഇതാകും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ 6 വരി മേൽപ്പാലം. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ മേൽപ്പാലം തുറവൂരിൽ തുടങ്ങി അരൂരിൽ അവസാനിപ്പിക്കാതെ കൊച്ചിയിലെ ഇടപ്പള്ളി വരെ നീട്ടാനുള്ള അനുമതി നരേന്ദ്രമോദി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൂടി പൂർത്തിയാകുമ്പോൾ പിന്നെ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം കടക്കാൻ ഒരു ട്രാഫിക് ബുദ്ധിമുട്ടും ആളുകൾക്ക് ഉണ്ടാവില്ല. ലോകത്ത് തന്നെ ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളുള്ള കേരളത്തിലേക്ക് വിനോദസഞ്ചാരികളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുന്നത് മോശമായ ഗതാഗത സംവിധാനവും ട്രാഫിക് ബ്ലോക്കുമാണ്. അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും ചേർന്ന് ഒരു MPയോ MLAയോ പോലും ഇല്ലാത്ത കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പോകും വഴി മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല മേഖലകളിലും ഉദ്ഘാടനങ്ങൾക്ക് പോലും കാത്തു നിൽക്കാതെ റോഡിലെ ട്രാഫിക് കുരുക്കുകൾ ഒഴിവാക്കാൻ പുതിയ റോഡുകളിൽ കൂടിയും ഗതാഗതം അനുവദിച്ചു തുടങ്ങിയെന്നുള്ളതാണ്. ദ്രുതഗതിയിൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വേഗതയിൽ ഡ്രൈവ് ചെയ്തു പോകാനാകുന്നില്ല എന്നത് വാസ്തവം തന്നെയാണെങ്കിലും ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞാൽ ഇന്ന് പോകുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കാനാകുമെന്ന് ഉറപ്പാണ്. മറ്റൊരു കാര്യം, രാജ്യത്താകെ തൊഴിലില്ലായ്മയാണ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിമാരും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജോലി നൽകിയത് കേരളമാണ് എന്ന് വീമ്പ് പറയുന്ന പിണറായിമാരോടും ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഈ ഹൈവേ ജോലികൾക്ക് മാത്രമായി ആയിരക്കണക്കിന് മെഷീനുകളാണ് തുടർച്ചയായി പ്രവർത്തിക്കുന്നത്. വാഹനങ്ങൾ, അവരുടെ ഡ്രൈവർമാർ തുടങ്ങി ഈ വാഹനങ്ങളുടെ ഉൽപ്പാദനം വരെ എത്ര പേർക്ക് അതുകൊണ്ട് മാത്രം തൊഴിൽ ലഭിച്ചിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ റോഡുകളിലെ എക്സ്കവേഷൻ, മണ്ണ് ഫില്ലിങ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, സ്റ്റീൽ വർക്ക്, പാലങ്ങൾ, ടാറിങ്, സുരക്ഷാ ജോലികൾ തുടങ്ങി ഈ ഹൈവേ ജോലിയിൽ മാത്രം വ്യാപൃതരായി അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആയിരങ്ങളെ ഈ കേരളത്തിലെ 500 കിലോമീറ്റർ യാത്രയിൽ മാത്രം കാണാമെന്നിരിക്കെ പ്രതിപക്ഷത്തിന് എത്ര നാളിങ്ങനെ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാനാകും? അതാണ് എൻ്റെ സംശയം. സ്വന്തം സംസ്ഥാനത്ത് മാത്രം വിയർപ്പിൻ്റെ അസുഖമുള്ള മലയാളികൾക്ക് ഈ നിർമ്മാണ പ്രവർത്തികളിൽ നിന്ന് ജോലിയും വരുമാനവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ആയിരക്കണക്കിന് ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, ഒഡീഷ, ആന്ധ്ര സ്വദേശികൾക്ക് ഈ പദ്ധതി ഒരു ഉപജീവന മാർഗമാണ്. ആലപ്പുഴ എറണാകുളം റൂട്ടിലെ തുറവൂർ അരൂർ 13 കിലോമീറ്ററിലെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിൻ്റെ വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മോദി ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുന്നത് പോയിട്ട് ഇങ്ങനെ റോഡ് ഉണ്ടാകാൻ പോകുന്നെന്ന് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ മലയാളിക്ക് കഴിയുമായിരുന്നില്ല. ആ സത്യം അംഗീകരിച്ചേ മതിയാവും. ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു പ്രതിനിധി പോലും ഇല്ലാതിരുന്നിട്ടും കേരളത്തിന് വേണ്ടി ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മോദി ഗവൺമെൻറ്റിൽ മലയാളികൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി കൂടി ഉണ്ടാവുമെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് ഇതിലും എത്രയോ വലിയ പദ്ധതികളും വികസനങ്ങളുമാകും.